കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരുമയോട് കഴിയേണ്ട ഒരു സ്ഥലമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് പരിഹരിച്ച് കഴിയണം. അവിടെ വഴക്കുണ്ടാക്കേണ്ടല്ല. മനസ്സിലാണെനിക്ക്? നിന്റെ ഭാര്യനോട് പോയി പറ. ഇതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെന്നാണ് നമ്മൾ എല്ലായിടത്തും പറയണത്. സ്ത്രീ എന്ന് പറയണത്. പറഞ്ഞില്ല കേട്ടല്ലോ. കുടുംബശ്രീയുടെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയ പിന്നെ കുടുംബശ്രീ എന്ന് പറഞ്ഞ് ഈ കുടുംബത്തിൽ ഇറങ്ങൂല. പറഞ്ഞേക്ക ഞാൻ. മനസ്സിലാക്ക്? അതാ ഇതൊക്കെ ആരോട് പറയാൻ? അവിടെ കിടക്ക കല്ലിനോടോ പുല്ലിനോടോ വല്ല മരത്തിനോടോ ഒക്കെ പറഞ്ഞെങ്കിൽ അതുങ്ങൾ പിന്നെ ഒന്നും തലയായിട്ട് സമ്മതിച്ചാണ്. അതൊക്കെ മനസ്സിലായിക്കോളും. എങ്ങനെയുണ്ട് സംഘം? ചെറിയ ആശ്വാസം ഉണ്ടായോ? സ്വരലോക ജലധാര ഒഴുകി ഒഴുകി നനന നനന. എന്ത് സാധനോടാ നീ കലക്കി കൊടുത്തവർക്ക്? അതും ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മറ്റേ ഔഷധ ചായയുടെ കിറ്റ് മേടിച്ചോണ്ട് വന്നില്ലേ. അത് ഞാനും കുടിച്ചല്ലോ. ഞാനും കുടിച്ച്. പക്ഷെ തങ്കഞ്ഞേട്ടത്തേക്ക് കൊടുത്തതിനകത്തെ കുറച്ച് കൂടുതലായിട്ട് ഇളക്കി കൊടുത്തു. എങ്ങനെയുണ്ട്? ദ്രോഹി. അവള് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു. ദ്രോഹം. എന്ത് ദ്രോഹം? നമുക്ക് ആശുപത്രി പോയാലോ? അവിടെ വരെ എത്തൂല. കുഴപ്പമില്ല, ഞാൻ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരാം. ഓട്ടോ ഒന്നും പറ്റൂല. ഓട്ടോ കുലുങ്ങും. ടാക്സി വിളിക്കും. ടാക്സിയിൽ പോയാലോ? തങ്കം, അത് നമ്മളൊക്കെ കുടിച്ചല്ലോ. അത് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്കും കുഴപ്പമില്ല. നിനക്ക് നീ വേറെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ കലക്കി എടുക്കട്ടെ? തെണ്ടി, ആ സാധനം നീ അളവിൽ കൂടുതലിട്ട് കലക്കി കൊടുത്തല്ലേ? അത് ഒരു കണക്കിന് കൊടുത്താൽ പോരായിരുന്ന? നീ ഇതിന് ആശുപത്രി കൊണ്ടുപോയ രൂപ എത്ര എനിക്ക് ചിലവാകുന്ന അറിയാമോ? എന്ത് ചിലവോ? ഒരു വയറ് കൊണ്ടുപോയാൽ സ്കാൻ ചെയ്യണം, ECG, എക്സ്റേ, അത് ഇതെല്ലാം എടുക്കും. കർത്താവേ, വയറ്റിന്ന് പോയാൽ സ്കാൻ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് വെക്കുക. കൂടി എന്നാൽ അവരൊരു തുള്ളി മരുന്ന് കൊടുക്കുക. അത് കഴിക്കുമ്പോൾ ടക്കനെ നിൽക്കും. പണ്ട് ഇപ്പൊ ആശുപത്രിക്കാർ ഇത് എങ്ങനെ ഊറ്റാൻ പറ്റും നോക്കിയിരിക്കേണ്ടത്. ഇത് പാകെ ഇടങ്ങാറായല്ലോ. പച്ചപ്പ് ഇത് 1-2 പ്രാവശ്യം ഒന്ന് കയറി ഇറങ്ങുമ്പോഴത്തേക്കും തീരാവുന്ന കാര്യമുള്ളൂ. വൈകിട്ട് കടുപ്പത്ത് ഒരു നാരങ്ങളും കൊടുത്താൽ ഇതിപ്പോ 1-2 അല്ല, ഇപ്പൊ തന്നെ 36 പ്രാവശ്യമായി. അല്ലാതെ BP എല്ലാം താഴുവോ? പറയാൻ പറ്റൂല. പുല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഹെൽത്ത് സെന്ററിൽ പോയി ഡോക്ടറെ നേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുണ്ടോ? തങ്ക, നീ ഇനിയിപ്പം കഷ്ടപ്പെട്ട് ഇങ്ങനെ വരണ്ട, അവിടെ തന്നെ അങ്ങ് നിന്നോ. അതെ. എങ്ങനെ ഉണ്ടടി? എനിക്ക് വയ്യ ക്ലീറ്റോ, ഞാൻ ചാകാറായി. ഇല്ല, ഒന്നുമില്ല. ക്ലീറ്റോ ചേട്ടാ, മാറിക്ക്. എന്ത് ഇങ്ങോട്ട് നീക്ക്. ഞാൻ ക്ലീറ്റോ ചേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്ന. ഞാൻ ഇന്ന് കുടുംബശ്രീയിൽ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്തായി? ഇവിടെ ഒരു കണക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആണോ? അയ്യോ, അപ്പൊ ചേച്ചി വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, ഞാൻ പോകുവാ. ഈ വരവും പോക്കും തന്നെ. ചേച്ചിയും കൂടെ വരണ്ടായിരുന്നു. എന്തായാലും നിന്റെ കാര്യം നടന്നല്ലേ? പോട്ടെ പോട്ടെ ചേച്ചി. ചേച്ചി ഇറങ്ങുമ്പോ പറഞ്ഞേക്ക് പോയി. പെങ്ങളായിപ്പോയി. ക്ലീറ്റോ, ഓ, ഒരു കടുങ്കാപ്പി എടുത്തു വയ്ക്കോ. ഒരു കടുങ്കാപ്പി. കടുങ്കാപ്പി? ഓ, ഞാനും നിങ്ങളല്ലേ ഭർത്താവ്, നിങ്ങൾ എടുത്തോളൂ. നീ അത് എടുത്തോണ്ടോ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. എന്റെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു ഔഷധ പൊടിയാണ്, അത് ഇട്ടിട്ട് പറ്റാം. ഭർത്താവിന് ഓർത്ത് നീ ഇനി ഒന്നും ചെയ്യണ്ട. നീ ഒരു കടുങ്കാപ്പി ഇട്ടോണ്ടോ, പിടിച്ചു നിർത്താൻ പോകും. തങ്ക ഇപ്പൊ കൊണ്ടുവരാമേ. ക്ഷീണമൊന്നുമില്ലല്ലോ?